പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ മുമ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ കുറെ പഠിപ്പിച്ച് മടുത്തു കഴിയുമ്പം കുട്ടികൾക്ക് നമ്മൾ ചെറിയ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ട് നിർത്തുക, അല്ലെങ്കിൽ അവരെ ലൈവ് ആക്കി നിർത്തുക, എപ്പോഴും എനർജറ്റിക് ആയിട്ട് നിർത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ്, കുട്ടികൾ മുഴുവൻ സമയം മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ടിവിയിൽ ക്ലാസ്സുകൾ കാണുന്നു. ഈ ഒരു സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ചെറിയ ഒരു ഗെയിം എന്നല്ല, ചെറിയൊരു ആക്ടിവിറ്റി അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെറിയൊരു ആക്ടിവിറ്റിയാണ്, അധികമായാൽ അമൃതം വിഷം. അതുകൊണ്ട് മുഴുവൻ സമയം അതിലേക്ക് പോകാതിരിക്കുക. നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് ആദ്യം നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ബ്രൗസർ ഏതാണ് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ക്വിക്ക് ഡ്രോ എന്ന് സെർച്ച് ചെയ്യാം. ക്വിക്ക് ഡ്രോ. ഓക്കെ, ക്വിക്ക് ഡ്രോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. quickdraw.withgoogle.com അതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കേട്ടോ. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. ക്വിക്ക് ഡ്രോ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു വിൻഡോ ആയിരിക്കും കാണുക. ക്വിക്ക് ഡ്രോ ക്യാൻ ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ടു റെക്കഗ്നൈസ് ഡ്രോയിങ്സ്. നമുക്ക് ജസ്റ്റ് വരച്ച് നോക്കുക, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം പറയുക. ദെൻ നമുക്കിവിടെ ലെറ്റ്സ് ഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് കൊടുക്കുക. ലെറ്റ്സ് ഡ്രോ ആൻ ആംബുലൻസ്. ഒരു ആംബുലൻസ് വരയ്ക്കാൻ പറഞ്ഞേക്കുക 20 സെക്കൻഡിനുള്ളിൽ. ജസ്റ്റ് ഒരു ചെറിയ ഗെയിമാണ് കേട്ടോ. അപ്പോൾ കൂട്ടിട്ട് കൊടുക്കുന്നു, നമ്മൾ ഈ വരയ്ക്കണം. അപ്പോൾ 20 സെക്കൻഡിനുള്ളിൽ ആംബുലൻസ് വരയ്ക്കാനാണ് നമ്മൾ പറഞ്ഞേക്കുക. അപ്പം മുകളിൽ ഒരു കൗണ്ട് ഡൗൺ കാണിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഒരു അവർ പറയുന്നുണ്ട്, അവർക്ക് എന്താണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ വാനാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലായിട്ടില്ല. മീൻസ് നമ്മൾ ആ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഹെക്സഗൺ വരയ്ക്കാൻ പറയുകയാണ് 20 സെക്കൻഡ് കൊണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ് വരയ്ക്കുന്നതെന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാമെന്നറിയില്ല, ഒരു സൗണ്ട് കൂടി നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഓക്കെ, അത് ഹെക്സഗൺ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഷോവൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുക. I see smiley face or banana or canoe. അപ്പോൾ അവർ നമ്മൾ വരയ്ക്കുന്നത് എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം ടൈം മുകളിൽ കാണിക്കുന്നതനുസരിച്ച് ആ സമയത്ത് 20 സെക്കൻഡ് കൊണ്ടാണ് നമ്മളൊരു ഇമേജ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതൊരു ബാക്ക് പാക്ക് വരയ്ക്കാനായിട്ട് പറയുന്നു, നമുക്ക് നോക്കാം. I see toe or rainbow or hat or bread or cooler. I see purse. Oh, I know, it's backpack. ഓക്കെ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ബ്ലൂബെറി വരയ്ക്കാനാണ് പറയുക, നമുക്ക് നോക്കാം. Oh, I know, it's blueberry. യെസ്, അത് അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. നമുക്ക് സ്കോർപ്പിയൻ വരയ്ക്കാനായിട്ട്. I see heart or squiggle or hand or rabbit or mosquito. I see butterfly or animal migration or binoculars. Oh, I know, it's scorpion. ഓക്കെ, അത് കറക്റ്റായിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വരച്ചത്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ശരിയാവണെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഡിറ്റക്ട് ചെയ്ത് പറയുന്നുണ്ട് ഇത് എന്താണ് നമ്മൾ വരയ്ക്കുന്നത് എന്നുള്ളത്. കൃത്യമായിട്ട് അവർ ഓരോ ലൈൻ വരയ്ക്കുമ്പോഴും അത് എന്താണെന്നുള്ളത് അവർ കാണിച്ചു തരുന്നു. മീൻസ് സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. വീണ്ടും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതേ രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങൾ വരച്ച് നോക്കുക. 20 സെക്കൻഡാണ് സമയം പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുഴുവൻ സമയം ഇതിനുവേണ്ടി കളയത് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വരച്ച് നോക്കാൻ തോന്നും. ഇപ്പോൾ ജസ്റ്റ് ഫൈൻ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിശ്വസിക്കട്ടെ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.